So in today's class, we'll learn about the importance of training or EDP. We'll also discuss the various governmental support which is given to entrepreneurs. So importance of training or EDP. First point, to ensure the availability of skilled workers at all levels of management. ട്രെയിനിങ് കിട്ടിയവർക്ക് സ്കിൽ എൻഹാൻസ്മെന്റ് നടക്കുന്നുണ്ട്. ദേ ആർ സ്കിൽഡ് വർക്കേഴ്സ് അല്ലെ. പുതിയൊരു സ്കിൽ അവർ അതിൽ കുറച്ചും കൂടി പ്രൊഫഷ്യൻസി അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പെർട്ടൈസ് അവർ അച്ചീവ് ചെയ്യുകയാണ്. സോ നമ്മുടെ വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, ലോ ലെവൽ, മിഡിൽ ലെവൽ, ടോപ്പ് ലെവലുള്ള മാനേജ്മെന്റ് ലെവൽസിലുള്ള വർക്കേഴ്സ് എല്ലാം കുറച്ചും കൂടെ സ്കിൽഡ് ആയിരിക്കും. ദേ വിൽ സ്റ്റാർട്ട് കോൺട്രിബ്യൂട്ടിങ് ഇന്നോവേറ്റീവ് ഐഡിയാസ് ടു ദ ബിസിനസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ബിസിനസിന്റെ അകത്ത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഫേമിലേക്ക് ഇന്നോവേറ്റീവ് ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളെ നമ്മൾ ഇൻട്രാപ്രണർ എന്നാണ് വിളിക്കുന്നത് അല്ലെ. അപ്പൊ അവര് അൾട്ടിമേറ്റ്ലി they are working as employees, but they are bringing about innovative changes to the organization. അപ്പോൾ അങ്ങനെ സ്കിൽഡ് വർക്കേഴ്സിന് ഡെവലപ്പ് ചെയ്യാൻ EDP ഹെൽപ്ഫുൾ ആണ്. Second one, it improves the efficiency of work because they are already trained, they know how to do that work effectively അല്ലെ. ഇനി എങ്ങനെ എഫിഷ്യൻസി കൂട്ടുന്നു? They will minimize waste, scrap, defective in the production process. അപ്പൊ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ ബ്രാൻഡ് ക്ലോത്ത്സിന്റെ ഒക്കെ എന്തെങ്കിലും ഒരു ചെറിയ ഡിഫക്റ്റീവ് ആയിരിക്കും. ചിലപ്പോൾ ഒരു നൂലിന്റെ വല്ലതും കുറച്ചൊന്ന് മാറിയിരിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഡിഫക്റ്റ് കാരണം അവരുടെ ബ്രാൻഡിനെ എഫക്ട് ചെയ്യുമെന്ന് കരുതി അവരതിനെ സെയിൽ ചെയ്യുന്നുണ്ട് അല്ലെ, പിന്നീട് റെഡ്യൂസ്ഡ് പ്രൈസിൽ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഡിഫക്റ്റീവ്സ് വരുന്നതിൽ നിന്നും അവോയ്ഡ് ചെയ്യാം, വേസ്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യാം. ഒരു സ്കിൽഡ് എംപ്ലോയി ആണെങ്കിൽ ഹി വിൽ മേക്ക് ലെസ് മിസ്റ്റേക്സ് ഇൻ ഹിസ് വർക്ക്. നെക്സ്റ്റ് വൺ, ഇറ്റ് മിനിമൈസസ് ദ നമ്പർ ഓഫ് ആക്സിഡൻസ്. Work related accidents avoid ചെയ്യാൻ training will help them. What are the dangers that lie ahead of them? What are the areas in which they need to be cautious? അല്ലെങ്കിൽ ഒരു പുതിയ ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യാൻ, ഒരു പുതിയ മെഷീൻ വർക്ക് ചെയ്യണം എന്നുണ്ട്, അതിനെപ്പറ്റി ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്. ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് അറിയാം ഓക്കെ എത്രത്തോളം കെയർഫുൾ ആയിരിക്കണം, എങ്ങനെയായിരിക്കണം അവർ ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് കാഷ്വാലിറ്റീസ്. നെക്സ്റ്റ് ഇസ് ട്രെയിനിങ് റെഡ്യൂസസ് ഫെറ്റീഗ്. We are trained to carry out a work in the most effective manner. അപ്പം ആവശ്യമില്ലാതെ റെപ്പറ്റേറ്റീവ് വർക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാം. We cannot worry about wasting a lot of time trying to figure out how to do it. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ച് തന്നെ നമ്മുടെ സമയവും ആരോഗ്യവും ഒക്കെ പോയി ക്ഷീണത്തിലോട്ട് എത്തുന്ന രീതിയിലോട്ട് എത്താതിരിക്കാൻ ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യും. പിന്നെ it increases the productivity of workers and thus increases the earnings of employees. അപ്പോൾ വർക്കേഴ്സ് എഫിഷ്യൻ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സിൽ ഇൻക്രീസ് വരുന്നു. അപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? അവർക്ക് ഏർണിങ്സും അതനുസരിച്ച് കൂടുതൽ കിട്ടുന്നു അല്ലെ, പേയ്മെന്റും അതനുസരിച്ച് കൂടുതൽ കിട്ടുകയായിരിക്കും. ഇറ്റ് ഇംപ്രൂവ്സ് എംപ്ലോയി റിലേഷൻഷിപ്പ്. അവർക്ക് ഒരു ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എംപ്ലോയർ കൊടുക്കുന്നത് ത്രൂ ട്രെയിനിങ്. അപ്പോൾ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഗുഡ് ബോണ്ടിങ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് ദി എംപ്ലോയി. ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് ടീം സ്പിരിറ്റ് എമംഗ് എംപ്ലോയീസ്. അപ്പോൾ എംപ്ലോയീസ് തമ്മിലുള്ള സബോർഡിനേറ്റ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ട്രെയിനിങ്ങിന്റെ പാർട്ടായിട്ട് ദേ ആർ റിക്വയർഡ് ടു ആക്ട് ആസ് ഗ്രൂപ്പ്സ്, വർക്ക് ടുഗെദർ ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് കം അപ്പ് വിത്ത് സൊല്യൂഷൻസ്. അപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്തും ഒരുമിച്ച് നിന്നും അവർക്ക് ആ ഒരു ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നു ത്രൂ ട്രെയിനിങ്. ന്യൂ ടെക്നിക്സ് ക്യാൻ ബി ഈസിലി അഡോപ്റ്റഡ് ത്രൂ ട്രെയിൻഡ് എംപ്ലോയീസ്. പുതിയൊരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് ദേ ഓൾറെഡി ഹാവ് ദി നോ ഹൗ. അപ്പോൾ ട്രെയിൻഡ് അല്ലാത്തൊരു എംപ്ലോയി എടുത്ത് നമ്മൾ നാളെ തൊട്ടൊരു പുതിയ ടെക്നോളജി കൊണ്ടുവരുവാണ്, നിങ്ങൾ അത് വർക്ക് ചെയ്ത് തുടങ്ങണം എന്ന് പറഞ്ഞാൽ അത് അവർ താനെ പഠിച്ചെടുക്കണം എന്നാണെങ്കിൽ ഹൗ മെനി പീപ്പിൾ വിൽ ബി വില്ലിങ്? ഇറ്റ് വിൽ ക്രിയേറ്റ് more of a discontent among the employees. They will be discouraged to work rather than be motivated to work. അതുകൊണ്ട് trained ആണെങ്കിൽ we can bring about new techniques easily into the business. Standardization can be adopted. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് അല്ലെങ്കിൽ EDP ചോദിച്ചു കഴിഞ്ഞാൽ. Now the next main topic in our third module syllabus is government schemes and incentives for promotion of entrepreneurs. Entrepreneursനെ പ്രൊമോട്ട് ചെയ്യാൻ ഗവൺമെന്റ് എന്തൊക്കെ സഹായങ്ങൾ എത്തിക്കുന്നു?
ഇപ്പൊ സ്കീംസ് എന്താണ്, ഇൻസെന്റീവ്സ് എന്താണ്? വിൽ സ്റ്റാർട്ട് വിത്ത് ഇൻസെന്റീവ്സ് അല്ലെ. കുറെ ഇൻസെന്റീവ്സ് കൊടുക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ ആസ് വെൽ ആസ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ആർ ദീസ് ഇൻസെന്റീവ്സ്? ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Incentives എന്ന term generally means encouraging productivity കൂട്ടുന്ന എന്തെങ്കിലും, that is an incentive. It is a motivational force which encourages an entrepreneur to take a right decision and act upon it. അപ്പോൾ entrepreneursനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു കാര്യമാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ഇൻസെന്റീവിന്റെ മേജർ ഒബ്ജക്റ്റീവ് തന്നെ എന്താണ്? ടു മോട്ടിവേറ്റ് an entrepreneur to set up a new venture. അപ്പോൾ പുതിയൊരു വെഞ്ചർ വരുമ്പോൾ നമ്മുടെ കൺട്രി തന്നെയാണ് ഡെവലപ്പ് ആകുന്നത്. സെൽഫ് എംപ്ലോയ്മെന്റ് വരെയും ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് വരെയും ഹി ഈസ് എംപവറിംഗ് ദ പീപ്പിൾ ഇൻ ദ കൺട്രി. സോ ഗവൺമെന്റ് വിൽ ഗിവ് ഇൻസെന്റീവ്സ് ടു ദി ഓൺട്രപ്രനർ ടു എൻകറേജ് ഹിം ടു സ്റ്റാർട്ട് എ ബിസിനസ് വെഞ്ചർ. Now, ഈ ഇൻസെന്റീവ് എന്ന് പറയുന്ന ടേം ഇസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു കൺസെഷൻസ്, സബ്സിഡീസ് ആൻഡ് ബൗണ്ടറീസ്. മൂന്നായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഇൻസെന്റീവ്സ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് എന്തൊക്കെ കൊടുക്കുന്നു? ചിലപ്പോൾ സബ്സിഡി ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബൗണ്ടറി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കൺസെഷൻ ആയിട്ടായിരിക്കും അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ ഈച്ച് ഓഫ് ദീസ് ടേംസ്. ഫസ്റ്റ് വൺ ഇസ് സബ്സിഡീസ്. Subsidies എന്താണ്? It is a one-time lump sum amount given to the entrepreneur by the government. ഒരൊറ്റ പ്രാവശ്യം കൊടുക്കുന്നതാണ്, ഒരു ഹ്യൂജ് എമൗണ്ട് ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു കവർ ദി കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരെണ്ണമാണ് സബ്സിഡി എന്ന് പറയുന്നത്. അപ്പം അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു കോസ്റ്റ് കാണും, ആ കോസ്റ്റ് റിഡ്യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അത് അവർ ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ പാർട്ടിൽ നിന്നും ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, വൺ ടൈം അസിസ്റ്റൻസ് ആണ്, ലംസം എമൗണ്ട് കൊടുക്കുന്നതിനെയാണ് സബ്സിഡി എന്ന് പറയുന്നത്. അപ്പൊ സബ്സിഡി ഒന്നുകിൽ ഡയറക്റ്റ് സബ്സിഡീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സബ്സിഡീസ് ആയിരിക്കാം. ഡയറക്റ്റ് സബ്സിഡീസ് ആണെങ്കിൽ ക്യാഷ് ഗ്രാന്റ്, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. ലോൺ കൊടുക്കും, ഇൻട്രസ്റ്റ് ഇപ്പൊ വേണ്ട, ഇനീഷ്യൽ 5 ഇയേഴ്സിലേക്ക് നിങ്ങൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടെന്നോ അങ്ങനത്തെ ഒരു എഗ്രിമെന്റിൽ കൊടുക്കുന്നതിനെയാണ് സബ്സിഡീസ് എന്ന് പറയുന്നത്. ഇനി ഓർ ഇൻഡയറക്റ്റ് സബ്സിഡീസ് സച്ച് ആസ് ലോ ഇൻട്രസ്റ്റ് ലോൺസ്, ടാക്സ് ബ്രേക്ക്, ഇൻഷുറൻസ് എക്സെട്ര. അപ്പൊ നമ്മളൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവർ പറയുന്നു, ഓക്കെ ഒരു ഫസ്റ്റ് 3 ഇയേഴ്സിലേക്ക് നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ട, ഇൻകം ടാക്സ് വേണ്ട നമുക്ക്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വിൽ ബി ലോൺ വിൽ ബി പ്രൊവൈഡഡ് അറ്റ് എ വെരി ലോ ഇൻട്രസ്റ്റ്. നമ്മൾ അങ്ങനെ പറഞ്ഞു, അതിനെ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ് ലോൺസ് എന്ന് പറഞ്ഞു അല്ലെ. ലോ കമ്പയർ ടു ദ അതർ ഇൻട്രസ്റ്റ് റേറ്റ്സ്, കുറഞ്ഞ ഇൻട്രസ്റ്റിൽ ലോൺ അവൈലബിൾ ആക്കി കൊടുക്കുന്നതിനെ പറയുന്നതാണ് സോഫ്റ്റ് ലോൺസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സോഫ്റ്റ് ലോൺസ് കൊടുക്കും, ടാക്സ് ബ്രേക്ക് അലൗ ചെയ്ത് കൊടുക്കും, ഇൻഷുറൻസ് ഓഫർ ചെയ്യും. ഇതെല്ലാം സബ്സിഡീസിന് എക്സാമ്പിൾസ് ആണ്. Next is bounty. It is a financial help provided to an industry so that it can compete with other units of the country as well as any foreign industry in the same business. അപ്പൊ നമ്മൾ ഇത് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡൊമസ്റ്റിക് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സും ഫോറിൻ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു എയ്ഡ് ആയിട്ട് നമ്മൾ ബൗണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. It is a sum paid by the government to reward certain activities or behavior such as reaching a predefined economic goal. അപ്പൊ ഒരു നല്ല ഒരു അപ്രിഷിയബിൾ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് എത്തി, ഒരു എക്കണോമിക് ഗോൾ അച്ചീവ് ചെയ്ത ബിസിനസ് യൂണിറ്റ്സിന് ഗവൺമെന്റ് അവർക്കൊരു ഒരു അപ്രിസിയേഷൻ ആയിട്ട്, ഒരു റിവാർഡ് ആയിട്ട് ബൗണ്ടി അലൗ ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് ഇസ് കൺസെഷൻ ആൻഡ് എക്സംഷൻസ്. ഇറ്റ്സ് എ ഗ്രാൻഡ് ഓഫ് എക്സ്ക്ലൂസീവ് പ്രിവിലേജസ് അല്ലെ. കൺസെഷൻ ആൻഡ് എക്സംഷൻ ആകുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രിവിലേജസിനെയാണ് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇറ്റ് ഇസ് എ റിഡക്ഷൻ ഇൻ പ്രൈസ് ഓർ ലോ റേറ്റ് ഓർ ചാർജ് ഫോർ സർട്ടൻ ഓൺട്രപ്രണേഴ്സ് ഓർ ക്ലാസ്. അപ്പൊ SSI യൂണിറ്റ്സിലുള്ളവർക്ക് അല്ലെങ്കിൽ MSME യൂണിറ്റ്സിലുള്ളവർക്ക് റോ മെറ്റീരിയൽസിന് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് അത് റോ മെറ്റീരിയൽസ് റെഡ്യൂസ്ഡ് പ്രൈസിൽ അവൈലബിൾ ആക്കി കൊടുക്കണം എന്ന് പറയുന്നത് ഒരു കൺസെഷൻ ആണ്. ഇനി അവരോട് തന്നെ ഗിവിംഗ് ദ റൈറ്റ് ടു ബി ദ ഓൺലി സെല്ലർ ഓഫ് എ ഗുഡ് ഓർ സർവീസ്. അപ്പൊ ചില SSI യൂണിറ്റ്സ് ഉണ്ട് റിസർവ്ഡ് ഓൺലി ഫോർ ദം. അപ്പം ആ റിസർവ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വേറെ ആർക്കും മാനുഫാക്ചർ ചെയ്യാനും സെയിൽ ചെയ്യാനും റൈറ്റ് ഇല്ല. ഈ SSI സെക്ടറിൽ ഉള്ളവർക്ക് മാത്രമേ അത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് റൈറ്റ് ഉള്ളൂ. അപ്പൊ അവർക്ക് വേണ്ടി സാധനം റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതല്ലാതെ എക്സംഷൻ ഫ്രം ഇൻകം ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, കൺസെഷണൽ വാട്ടർ ആൻഡ് ഫിനാൻസ്, ഇതെല്ലാം കൺസെഷൻസ് ആണ്. ഇനി ഇൻസെന്റീവ്സ് ഇൻ ജനറൽ അതിന് എക്സാമ്പിൾസ് ആണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്, അവൈലബിലിറ്റി ഓഫ് പവർ, കൺസെഷണൽ ഫിനാൻസ്,
ട്രാൻസ്പോർട്ട് സബ്സിഡി, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡി എക്സെട്ര. ഇപ്പൊ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡി മാത്രമേ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ടേം കാണും. അതുപോലെ ഇത്രയേ ഉള്ളൂ. ഇപ്പം ഒരു ബിസിനസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് എന്തുമാത്രം ചെലവായി ടോട്ടൽ, നിങ്ങൾക്ക് ക്യാപിറ്റൽ ഒരു പാർട്ടാണല്ലോ ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കുക എന്നുള്ളത്. അപ്പൊ ഫിക്സഡ് അസറ്റ്സ് ആയിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് നിങ്ങൾ എത്ര ടോട്ടൽ സ്പെൻഡ് ചെയ്തോ അതിന്റെ ഒരു 18% അല്ലെങ്കിൽ 15% ഗവൺമെന്റ് വിൽ കോൺട്രിബ്യൂട്ട് എന്ന് പറയുന്നതിനെയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡി എന്ന് പറയുന്നത്. അപ്പൊ സ്മോൾ സ്കെയിൽ സെക്ടറിലുള്ള ഓൺട്രപ്രണേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് പലതരത്തിൽ ഇൻസെന്റീവ്സ് കൊടുക്കുന്നുണ്ട്. ഈ ഇൻസെന്റീവ്സിനെ തന്നെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ബൗണ്ടി, സബ്സിഡി, കൺസെഷൻ ആൻഡ് എക്സംഷൻസ്. അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ എക്സാമ്പിൾസ് പറയുന്നതെല്ലാം ഗവൺമെന്റ് കൊടുക്കുന്ന അസിസ്റ്റൻസ് ആണ്. Now, in your syllabus, the term incentives has been specifically highlighted. Question varunnundu, what are incentives ennu parnu chodikkunnundu exam nu. So I'm going to focus on that area a little bit more. So what are the aims and objectives of incentives? Incentives in the aim and objective endana. But first aim of providing incentives to SSI units is to eliminate economic constraints. അപ്പോൾ എക്കണോമിക് കൺസ്ട്രെയിൻസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൺട്രപ്രണേഴ്സ് ഈ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ ഡ്രോബാക്സ് അല്ലെ, കുറെ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് ഓൺട്രപ്രണേഴ്സ്. അതായത് ലാക്ക് ഓഫ് അഡക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ lack of related knowledge by the entrepreneurs such as managerial know-how, market intelligence, etc. അവർക്ക് ആവശ്യത്തിനുള്ള നോളജ് ഇല്ല, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, പിന്നെ അവർക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് തരുന്ന ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ലൊക്കേഷനിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ കൺസ്ട്രെയിൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് എന്ത് കൊടുക്കുന്നത്? പവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, കൺസെഷണൽ റേറ്റിൽ ഫിനാൻസ് അലൗ ചെയ്ത് കൊടുക്കുന്നു, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡീസ് കൊടുക്കുന്നു, ട്രാൻസ്പോർട്ട് സബ്സിഡീസ് കൊടുക്കുന്നു. ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവർ നേരിടുന്ന തടസ്സങ്ങളെ കൂടുതൽ അസിസ്റ്റൻസ് കൊടുക്കുമ്പോഴത്തേക്കും അവർ they will be encouraged or motivated to enter into the field of entrepreneurship. Next point is to bring about regional parity in development. നമ്മുടെ രാജ്യത്ത് എന്താണ് ഇംബാലൻസ്ഡ് ഡെവലപ്മെന്റ് ആണ്. ചില ഏരിയാസ് നല്ലപോലെ ഡെവലപ്ഡ് ആണ്, ചില ബാക്ക്വേർഡ് ഏരിയാസ് ഒട്ടുമേ ഡെവലപ്പ് ചെയ്യാതെ കിടക്കുന്നു. അപ്പൊ ഇങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കുറച്ച് ഏരിയാസ് വരുന്നു, അൺഡെവലപ്ഡ് ആയിട്ട് കിടക്കുന്നു. അപ്പൊ ഈ ഈക്വൽ ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്ക്വേർഡ് റീജിയൻസിലുള്ളവർക്ക് കൂടുതൽ ഇൻസെന്റീവ്സ് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നത്. ത്രൂ ദാറ്റ് ഹെൽപ്സ് ടു ബ്രിങ് അബൌട്ട് ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്ത്. സെക്കൻഡ് ഇസ് ടു എൻഹാൻസ് കോമ്പറ്റീറ്റീവ് കേപ്പബിലിറ്റി. സ്റ്റിഫ് കോമ്പറ്റീഷൻ ആണ്. SSI യൂണിറ്റ്സിലുള്ളവർ എപ്പോഴും ബിഗ് ഫേംസിൽ നിന്നും കട്ട് ത്രൂട്ട് കോമ്പറ്റീഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഫീഷ്യന്റ് സപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ദേ കൻ നോട്ട് സർവൈവ് ആൻഡ് ഗ്രോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പ്രൈസ് പ്രിഫറൻസ്, റിസർവേഷൻ പോളിസി, പ്രിഫറൻഷ്യൽ പർച്ചേസ് ഒക്കെ ഹെൽപ്പ് കൊടുക്കുന്നുണ്ട് ടു ഹെൽപ്പ് ബിൽഡ് ദിയർ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്. അപ്പൊ അവർക്ക് വേണ്ടി മാത്രം ചില പ്രോഡക്ട്സ് റിസർവ് ചെയ്ത് വെക്കുക, അവർക്ക് പ്രിഫറൻഷ്യൽ റേറ്റിൽ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നൊക്കെ ഉള്ള ഒരു ഹെൽപ്പാണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഇത് വിൽ ഹെൽപ്പ് ടു എൻഹാൻസ് ദിയർ കോമ്പറ്റീറ്റീവ് കേപ്പബിലിറ്റീസ്. നെക്സ്റ്റ് വൺ ഇസ് ട്രെയിനിങ്. അപ്പോൾ നമുക്ക് ഓരോ ടൈപ്പ് നമ്മുടെ ഇൻഡസ്ട്രിയിലെ പ്രോഡക്റ്റ് എന്താണോ അതിനെ ബേസ് ചെയ്തിരിക്കും നമുക്ക് ആവശ്യമുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത്. ബട്ട് ഏത് പ്രോഡക്റ്റ് ആയാലും, ഏത് ഇൻഡസ്ട്രി ആയാലും, എന്ത് ബിസിനസ് ആയാലും ബേസിക് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ചില ഓൺട്രപ്രണറിയൽ സ്കിൽസ് ഉണ്ടല്ലേ, ആ സ്കിൽസ് ബിൽഡ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് പല രീതിയിലുള്ള പ്രോഗ്രാംസും അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ്? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് വേരിയസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സെറ്റപ്പ് ചെയ്യും. ഇതുവഴിയായിട്ടാണ് ഈ ടെക്നിക്കൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ entrepreneurship development programs which are given by the government organizations and non-government organizations will help to improve the entrepreneurs' skills. That is the next aim or objective of providing incentives. Next one is marketing assistance. Government and non-government agencies provide marketing assistance to entrepreneurs. അതായത് ഈ മിഡിൽ മെൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, പ്രോഫിറ്റ്സിന്റെ ഒരു മേജർ ഷെയർ അവർ കൊണ്ടുപോകുന്നു എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? MSME പ്രോഡക്ട്സിന് എക്സിബിഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എക്സിബിഷൻസിൽ വരുന്നവർ, ആ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഫെർദർ ഡെവലപ്പ് ചെയ്തെടുക്കാനോ ഇംപ്രൂവ് ചെയ്യാനോ വേണ്ടിയുള്ള
ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി NSIC ആണെങ്കിൽ MSME പ്രോഡക്ട്സ് നാഷണൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവർ ഡയറക്ട്ലി അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറെ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ പ്രൊമോഷണൽ സ്കീംസ്, MSME സെക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയായിട്ട് ഗവൺമെന്റ് കുറെ സ്കീംസും പോളിസീസും ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അവർ തന്നെയാണ് ഇപ്പോൾ ഷെഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ ഷെഡ്സ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അവിടെ ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഓൺട്രപ്രണറിന് കൊടുക്കുന്നു. അപ്പോൾ ഓൺട്രപ്രണർ അവിടെ പോയിരുന്ന് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അയാൾക്ക് ഹി ഡസന്റ് ഹാവ് ടു ബോദർ അബൌട്ട് ടു മച്ച് റേസിംഗ് ടു മച്ച് ക്യാപിറ്റൽ. അങ്ങനത്തെ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൺസൾട്ടൻസി സർവീസസ് മിനിമം ചാർജസിൽ പ്രൊവൈഡ്, ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻസ് ഉണ്ട്. ടെക്നിക്കൽ അഡ്വൈസ് നമുക്ക്, പ്രൊഫഷണൽ അഡ്വൈസ് നമുക്ക് അഫോർഡബിൾ റേറ്റ്സ് അല്ലെങ്കിൽ മിനിമം ചാർജിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ കൺസെഷൻ ഓഫ് എക്സൈസ് ഡ്യൂട്ടി. MSME യൂണിറ്റ്സിന് ഒരു പെർട്ടിക്കുലർ ആനുവൽ ടേൺ ഓവർ വരെ ഉള്ളവർക്ക് എക്സൈസ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഗവൺമെന്റ് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ക്രെഡിറ്റ് ഫെസിലിറ്റി, ഈ ലോൺസ് കൊടുക്കുന്നതൊക്കെ തന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റിയുടെ അകത്ത് വരുന്നതാണ്. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പം SIDBI ആണ്, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് മെയിൻ ആയിട്ടും സ്കീംസ് ഒക്കെ ഓഫർ ചെയ്യുന്നത് ഫോർ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓഫ് സ്മോൾ ഓൺട്രപ്രണേഴ്സ്. ഇതല്ലാതെ there are various advantages of providing incentives to entrepreneurs. Entrepreneursന് നമ്മൾ ഇൻസെന്റീവ്സ് കൊടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമ്മുടെ ഈ ഒബ്ജക്റ്റീവ്സിനെ തന്നെയാണ് കുറച്ച് ടേംസ് മാറ്റിയിട്ട് അവർ ഒന്നും കൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് പ്രസന്റ് ചെയ്തത്. സോ ഫസ്റ്റ് വൺ എന്താണ്? ഡീസെൻട്രലൈസേഷൻ ഓഫ് എക്കണോമിക് പവർ. ഇൻഡസ്ട്രിയൽ വെഞ്ചേഴ്സിലേക്ക് കൂടുതൽ ആളുകൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇൻസെന്റീവ്സ് കണ്ടു വരുമ്പോഴേക്കും ഹെൽപ്സ് ഇൻ ഡീസെൻട്രലൈസേഷൻ ഓഫ് എക്കണോമിക് പവർ. ഒരാൾ മാത്രമല്ല മോണോപ്പൊളി ആയിട്ട് ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്, കൂടുതൽ പേര് ആ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നു, കൂടുതൽ കോമ്പറ്റീഷൻ വരുന്നു, ആളുകൾക്ക് ചോയ്സ് കൂടുന്നു. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ക്വാളിറ്റി പ്രോഡക്ട്സ് റീസണബിൾ റേറ്റ്സിൽ കിട്ടുന്നു. എക്കണോമിക് പവർ വിൽ ബി ഡീസെൻട്രലൈസ്ഡ്. Then next is balanced regional development. We have already discussed that point. Incentives backward areas business start ചെയ്യുന്നവർക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ ആ ഏരിയയിൽ പോയി സ്റ്റാർട്ട് ചെയ്യാൻ അവർ മോട്ടിവേറ്റഡ് ആകും. അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഏരിയ ഡെവലപ്പ് ചെയ്യും. ഏരിയ ഡെവലപ്പ് ചെയ്യുമ്പോൾ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റ് പോസിബിൾ ആകും. Next is transformation of technology. ട്രഡീഷണൽ ടെക്നോളജിയിൽ നിന്ന് മോഡേൺ ടെക്നോളജിയിലോട്ട് വരാനായിട്ടുള്ള സഫീഷ്യന്റ് അസിസ്റ്റൻസ് ഓൺട്രപ്രണേഴ്സിന് കിട്ടുന്നുണ്ട് ത്രൂ ഇൻസെന്റീവ്സ്. മോഡേൺ ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം, ഹൈ പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ നമുക്ക് കൂടുതൽ വേജസ് ഓഫർ ചെയ്യാം. കൂടുതൽ വേജസ് ഓഫർ ചെയ്യുമ്പോൾ ആളുകൾക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ടു ഓവർകം ഡിഫിക്കൽട്ടീസ്. ബാക്ക്വേർഡിലുള്ളവർക്കും ഡെവലപ്ഡ് ഡിസ്ട്രിക്റ്റിലുള്ള രണ്ടുപേർക്കും ഫിനാൻഷ്യൽ എയ്ഡ്സ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ബട്ട് ബാക്ക്വേർഡ് ഏരിയാസിലാണ് കൂടുതൽ കൊടുക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ടു ഓഫ്സെറ്റ് ദ ഡിസഡ്വാൻറ്റേജസ് പ്രിവെയിലിംഗ് ഇൻ സച്ച് പ്ലേസസ്. അവിടെയുള്ളവർ കുറച്ചും കൂടെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. Then it generates industrialization. കൂടുതൽ പേർ വരുമ്പോഴത്തേക്കും ഇൻഡസ്ട്രിയലൈസേഷൻ കൺട്രിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. എൻകറേജസ് ഓൺട്രപ്രണർഷിപ്പ്. കൂടുതൽ പേരെ ഈ ഫീൽഡിലോട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മളെപ്പോഴും മടിക്കാൻ കാരണം എന്താണ്? ഫണ്ട് കിട്ടുമോ എന്നുള്ള ഡൗട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സ്കിൽസ് ഉണ്ടോ എന്നുള്ളൊരു സംശയം, ടെക്നിക്കൽ നോഹൗ ഒന്നും ഇല്ലാത്തത് കാരണം ഈ കുറവുകളെല്ലാം ഗവൺമെന്റ് മാറ്റുന്നു. അതുവഴി ഒരാളെ എന്റർപ്രണർ ആവാനായിട്ട് എൻകറേജ് ചെയ്യുകയാണ്. And helps to overcome competition. കുറെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി റിസർവ് ചെയ്യുന്നു, പ്രൈസ് പ്രിഫറൻസ് കൊടുക്കുന്നു, അവർക്ക് ലോ റേറ്റ്സിൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ഹെൽപ്പ് ദം ടു ഓവർകം കോമ്പറ്റീഷൻ ആൻഡ് സർവൈവ് ഇൻ ദിസ് ഹൈലി കോമ്പറ്റേറ്റീവ് വേൾഡ്. ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് പ്രൊവൈഡിങ് ഇൻസെന്റീവ്സ് ടു ഓൺട്രപ്രണേഴ്സ്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ദ സ്കീംസ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. നമ്മൾ ഇൻസെന്റീവ്സ് ഏതൊക്കെയാണ് കൊടുക്കുന്നതെന്ന് കണ്ടു അല്ലേ? മൂന്നായിട്ട് തന്നെ നമ്മൾ തിരിച്ചു. ബൗണ്ടറീസ് എന്നും സബ്സിഡീസ് എന്നും കൺസെഷൻസ് എന്നും എക്സെപ്ഷൻസ് എന്നും ഒക്കെ പറഞ്ഞു. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്നൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വാട്ട് ആർ ദ സ്കീംസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന വേരിയസ് സ്കീംസ് ഏതൊക്കെയാണ് ടു ഹെൽപ്പ് ദി SSI യൂണിറ്റ്സ്? ഫസ്റ്റ് വൺ സസ്പെൻഷൻ ഓഫ് സെയിൽസ് ടാക്സ്. സെയിൽസ് ടാക്സ് എടുത്തു മാറ്റി. പവർ സബ്സിഡി എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി കൺസെഷണൽ റേറ്റിൽ ഓഫർ ചെയ്യുന്നു. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡി, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഒരു സർട്ടൻ പെർസെന്റേജ് ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. മാർജിൻ മണി, സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്, അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം നോക്കാം.
Then priority in providing power connection, water connection, technical and consultancy support. ഇതെല്ലാം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺടർപ്രീനേഴ്സിനെ എൻകറേജ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യുന്ന വേരിയസ് സ്കീംസിലെ സർവീസസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ടേം കണ്ടു, മാർജിൻ മണി, സീഡ് ക്യാപിറ്റൽ. അതുപോലെ ഒരു ടേം ആണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. ഈ മൂന്ന് ടേംസും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് തന്നെ സെപ്പറേറ്റ് ഹൈലൈറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. സോ വാട്ട് ഇസ് സീഡ് ക്യാപിറ്റൽ? സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. യു ഹാവ് ഓൺലി ഗോട്ട് എൻ ഐഡിയ, ബട്ട് യു വോണ്ട് ടു ഡെവലപ്പ് ദറ്റ് ഐഡിയ ഇൻ ടു എ ബിസിനസ് വെഞ്ചർ. അപ്പൊ ബിസിനസ് ആയിട്ട് നമുക്ക് ആദ്യം കൺവേർട്ട് ചെയ്യണമെങ്കിൽ വി നീഡ് സം ഫണ്ട്സ് ഇനീഷ്യലി, അല്ലെ? മാർക്കറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ഒക്കെ ചെയ്ത് പ്രോഡക്റ്റിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി സാമ്പിൾ മാർക്കറ്റിൽ എത്തിക്കാനായിട്ട് വരെയും കുറച്ച് ചെലവുകൾ ഉണ്ട്. അപ്പൊ ഈ ചെലവുകൾക്ക് ആവശ്യമുള്ള പൈസയെ പറയുന്ന പേരാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. യൂഷ്വലി ഈ സീഡ് ക്യാപിറ്റൽ ഓണർ അയാളുടെ സ്വന്തം ഫണ്ട്സിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചോ ഫാമിലിയുടെ കയ്യിൽ നിന്നും റേസ് ചെയ്തോ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം ദിസ് ഇസ് ജസ്റ്റ് ദ ഇനിഷ്യൽ സ്റ്റേജ്, ഒരുപാട് പൈസയൊന്നും നമുക്ക് വേണ്ട. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫിനാൻസിങ് ആണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജ് ഓഫ് ഫിനാൻസിങ് കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റ് ഫൈനലൈസ്ഡ് ആയി മാർക്കറ്റിൽ ഇറക്കാനായിട്ട് പറ്റത്തുള്ളൂ. മാർക്കറ്റിൽ ഇറങ്ങി സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ഫണ്ട് ജനറേറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് വരെയുള്ള എക്സ്പെൻസസ് ആണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും കോൺട്രിബ്യൂട്ടർ ഉണ്ട്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആരാണ്? വെരി വെൽത്തി, ഹൈ നെറ്റ്വർത്ത് ഇൻവെസ്റ്റേഴ്സ് ആണ്. അവർക്ക് ഒരുപാട് ഫണ്ട്സ് കയ്യിലുള്ളവരാണ്, വെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ്. ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ഇൻ ബിസിനസ് വെഞ്ചേഴ്സ്. അപ്പൊ അവർക്ക് ഒരു ഐഡിയ ഇഷ്ടപ്പെടുമ്പോൾ അതേ വിൽ പ്രൊവൈഡ് ദ ഫണ്ട്സ്. ചുമ്മാതല്ല, അവർക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്സും അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം either they will become part of the management or they will sell off their part of the share once the business starts earning profit. അങ്ങനത്തെ ഒരു ഇന്റൻഷനോട് കൂടി ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. But there are some entrepreneurs who do not have even this seed capital to invest in their business. Initially require ചെയ്യുന്ന ആ ചെറിയ എമൗണ്ട് പോലും ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്തവർക്ക് ആ ഇനീഷ്യൽ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടുത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വില്ലിംഗ് ആണ്. അതിനാണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് ഗവൺമെന്റ് സ്കീംസിന്റെ ഒരു ഭാഗമാണ്. സെക്കൻഡ് ഇസ് മാർജിൻ മണി. സപ്പോസ് യു ആർ അപ്ലൈയിങ് ഫോർ എ ലോൺ. നിങ്ങൾ ഒരു ലോണിന് അപ്ലൈ ചെയ്യുവാണ്, യു വോണ്ട് ടു പർച്ചേസ് സംതിങ്. അപ്പൊ നിങ്ങളടുത്ത് ചോദിക്കും ആ അസറ്റിന്റെ ടോട്ടൽ വാല്യൂ എത്രയായിട്ട് വരും. അപ്പൊ നിങ്ങൾ പറയണം ഓക്കെ 1 crore ഒരു പ്രോപ്പർട്ടി എനിക്ക് വാങ്ങിക്കണം. അപ്പൊ ബാങ്ക് എന്ത് പറയും? ഓക്കെ വിൽ കോൺട്രിബ്യൂട്ട് 80% ഓഫ് ദ ഫണ്ട്സ് റിക്വയർഡ്. ബാക്കി 20% നിങ്ങൾ സ്വന്തമായിട്ട് എവിടെന്നെങ്കിലും റേസ് ചെയ്യണം. അപ്പൊ ആ 80യുടെയും 100ന്റെ ഇടയ്ക്കുള്ള ആ 20% പറയുന്നതാണ് മാർജിൻ മണി എന്ന് പറയുന്നത്, വിച്ച് ദ ഓൺടർപ്രണർ ഹിംസെൽഫ് ഹാസ് ടു റേസ്. അപ്പോ ഫുൾ എമൗണ്ട് ഒരിക്കലും ലോൺ ആയിട്ട് കിട്ടത്തില്ല, ഓൺലി അതിന്റെ ഒരു 3/4 എമൗണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ ബാക്കി റിമൈനിങ് മാർജിൻ ഉണ്ടല്ലോ, സ്വന്തമായിട്ട് റേസ് ചെയ്യേണ്ട ഫണ്ട്, അത് എത്രയാണ് ആ മാർജിൻ ഡിസൈഡ് ചെയ്യുന്നത്? വാട്ട് ഇസ് ദ ടൈപ്പ് ഓഫ് ദി അസറ്റ് ആൻഡ് വാട്ട് ഇസ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് എന്ന് കൺസിഡർ ചെയ്തിട്ടായിരിക്കും അവർ സെറ്റ് ചെയ്യുന്നത്. ഇനി മാർജിൻ മണി നമുക്ക് റേസ് ചെയ്യാൻ പറ്റാതെ ഉണ്ടെങ്കിൽ മാർജിൻ മണി അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവരെ അപ്രോച്ച് ചെയ്താൽ മതി. നെക്സ്റ്റ് ടേം ഇസ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി അവർ നമുക്ക് കംപ്ലീറ്റ് ഫണ്ട്സ് എടുത്ത് കൈ തരൂ? ഇല്ല. It will take some time, അല്ലെ? Because it involves paperwork, it involves a procedure, so it involves time. But നമ്മുടെ ബിസിനസ് ഐഡിയ നമ്മൾ ഇപ്പോഴേ ഇംപ്ലിമെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർ വരും, ബിസിനസ് പെട്ടെന്ന് ഫണ്ട്സ് ഉള്ളവർ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ ഐഡിയ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? Till that huge amount of money which we am going to get as loan is received in my hand, I will apply for a small loan. ആ വലിയ ലോൺ എമൗണ്ട് എന്റെ കയ്യിൽ കിട്ടുന്നത് വരെ ബിസിനസ് റൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ലോണിന് അപ്ലൈ ചെയ്യും. ആ ഒരു ടെമ്പററി ഫണ്ടിങ്ങിനെ പറയുന്നതാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് ഫിനാൻസിങ് എന്ന് പറയുന്നത്, ബ്രിഡ്ജ് ലോൺ എന്നും പറയും. ഇനി ബ്രിഡ്ജ് ക്യാപിറ്റൽ വെച്ച് നമ്മൾ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കും. ആ ഹ്യൂജ് ലംസം എമൗണ്ട് ആയിട്ടുള്ള ലോൺ നമുക്ക് സാങ്ഷനായി കിട്ടുമ്പോഴേക്കും നമ്മൾ അതിൽ നിന്നും പൈസ എടുത്ത് ഈ ചെറിയ ലോൺ അടച്ചു തീർക്കുന്നതായിരിക്കും. അതായത് ഇറ്റ് ഈസ് എ ടെമ്പററി ഫണ്ടിങ് ദാറ്റ് ഹെൽപ്സ് എ ബിസിനസ് കവർ ഇറ്റ്സ് കോസ്റ്റ് until it can get permanent capital from equity investors or debt
ലെൻഡേഴ്സ്, വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ലാർജർ അമൗണ്ട്സ് റേസ് ചെയ്യാൻ പറ്റുന്നത് വരെ പിടിച്ചു നിൽക്കാനായിട്ട് ചെറിയൊരു ലോൺ എടുക്കുന്നത്. അതിനാണ് നമ്മൾ ഇന്ററിം ഫിനാൻസ് എന്ന് പറയുന്നത് അല്ലെ. ആക്ച്വൽ ലോൺ കിട്ടുന്ന സാങ്ഷൻ ആയ ടൈമും ലോൺ കൈ കിട്ടുന്ന ടൈമുമായിട്ടുള്ള ആ ഇന്ററിം പീരീഡിലേക്ക് നമുക്ക് ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ എമൗണ്ട് ഓഫ് ലോണിനെ പറയുന്ന പേരാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് നമുക്ക് കിട്ടും, ബട്ട് ഇൻട്രസ്റ്റ് കൂടുതലാണെന്ന് ഓർത്തോളണം. ബട്ട് ഇറ്റ് ഈസ് എ ഹെൽപ്പ് ഫോർ ദ സ്ട്രഗ്ലിംഗ് ഓൺട്രപ്രണർ. ഇപ്പൊ ഈ 3 ടേംസ് എപ്പോഴും ഓർത്തോളണം. വാട്ട് ഇസ് ബ്രിഡ്ജ് ക്യാപിറ്റൽ, വാട്ട് ഇസ് മാർജിൻ മണി ആൻഡ് വാട്ട് ഇസ് സീഡ് ക്യാപിറ്റൽ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എന്നാണ്. വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.